ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പദവികളും ആ പദവികൾ വഹിക്കുന്ന വ്യക്തികളെയുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, എല്ലാവർക്കും അറിയാം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഏകദേശം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, കാരണം അദ്ദേഹം റീസെൻ്റായിട്ട് മാറിയതാണ്, സഞ്ജീവ് ഖന്ന. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം. രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പോൾ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ. അപ്പോൾ ലോക്സഭ, അതായത് രാജ്യസഭയുടെ അധ്യക്ഷനും ആരായിരിക്കും? ജഗദീപ് ധൻഖർ തന്നെ. അപ്പോൾ നമുക്ക് അവിടം വരെ പഠിച്ചു. പിന്നെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ ഇന്ത്യയിലെ ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് ഒബിയസ്ലി കോൺഗ്രസ് ആണ്. സോ അതിൻ്റെ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി, അദ്ദേഹം വയനാട് നിന്ന് ജയിച്ചു പോയ ആളാണ്. സോ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അവിടെ നിന്ന് ഒന്നുകൂടി പഠിച്ചു പോകാം. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവോ മല്ലികാർജുൻ ഖാർഗെ. എല്ലാവർക്കും ഒരു ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. അറിയാത്തവർ ഇപ്പം തന്നെ പഠിച്ചോളൂ. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. ഓക്കെ, അടുത്തത് പോകാം. ലോക്സഭ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉൽപ്പൽ കുമാർ സിംഗ് ആണ്. ഒന്നുകൂടെ പയ്യ. ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉൽപ്പൽ കുമാർ സിംഗ്. അപ്പോൾ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണെങ്കിലോ പ്രമോദ് ചന്ദ്ര മോദി. രാജ്യം ഭരിക്കുന്നത് മോദിയുടെ ഗവൺമെൻറ് ആണെന്ന് ആലോചിച്ചാൽ രാജ്യസഭ സെക്രട്ടറി ജനറൽ, രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പോസ്റ്റാണ്, ഭയങ്കര സംഭവമാണ്. അപ്പോൾ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു മോദിയാണ്. എന്ത് മോദി? പ്രമോദ് ചന്ദ്ര മോദി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണെന്ന് ചോദിക്കുന്നത്. വിദേശകാര്യ മന്ത്രി നമുക്കറിയാം. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുമ്പോൾ കുറച്ച് അക്രമമൊക്കെ കാണിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. കുക്കറ എന്നൊക്കെ എന്തൊക്കെയോ പോലെ പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത് വരാം. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ഒരു രക്ഷയില്ല, എങ്ങനെയെങ്കിലും വല്ല കോഡും ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യും, എല്ലാവരും പഠിക്കട്ടെ. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥനാണ്. ആരാണ്? TV സോമനാഥൻ, ക്യാബിനറ്റ് സെക്രട്ടറി. ആഭ്യന്തര സെക്രട്ടറി ആണെങ്കിലോ? ആഭ്യന്തര സെക്രട്ടറിയും ഗോവിന്ദ് മോഹനാണ്. ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ. ഓക്കെ, അടുത്ത പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. സിംഗുമാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രാജ്യസ്നേഹമുള്ളവരാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇവർ വന്നിട്ട് ഒരു ഓപ്പൺ സ്റ്റേജിലൊക്കെ വന്ന് രാജ്യത്തിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ കാണിക്കുന്നതൊക്കെ, കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺസൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എനിവേ പ്രതിരോധ സെക്രട്ടറി എന്ന് പറയുന്നത് രാജേഷ് കുമാർ സിംഗ്. പ്രതിരോധ സെക്രട്ടറി ആരാണ്? ഞാൻ പറഞ്ഞു, രാജേഷ് കുമാർ സിംഗ്. അപ്പോൾ ആരാണ് പ്രതിരോധ സെക്രട്ടറി? രാജേഷ് കുമാർ സിംഗ്. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ആഭ്യന്തര സെക്രട്ടറിയോ? ഗോവിന്ദ് മോഹൻ. ആരാണ്? ഗോവിന്ദ് മോഹൻ. ആഭ്യന്തരം ഗോവിന്ദ്. ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹനാണ്. അങ്ങനെയെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറിയോ? ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ആ പേരിൽ വേറൊരാളെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. TV സോമനാഥൻ. ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അക്രമം കാണിക്കാൻ പറ്റുന്ന ആളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരാണ്? വിക്രം മിശ്രിയാണ്. അപ്പോൾ ആരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി? ആരാണ്? വിക്രം മിശ്രി. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. സോ ആ പോസ്റ്റിലേക്ക് ഈ രാജ്യം ഭരിക്കുന്ന ആരാണ്? മോദിയുടെ ഗവൺമെൻറ്റാണ്. അങ്ങനെയെങ്കിൽ ഈ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലും ഒരു മോദി തന്നെയാണ്. എന്ത് മോദി? പ്രമോദ് ചന്ദ്ര മോദി. അപ്പോൾ രാജ്യസഭ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. അങ്ങനെയെങ്കിൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറലോ? ഉൽപ്പൽ കുമാർ സിംഗ്. ലോക്സഭയാണ്ട് വലിയ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളൊന്നും വേണമെന്നില്ല. ഉൽപ്പൽ കുമാർ സിംഗ്. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ സ്വന്തം രാഹുൽ ഗാന്ധി. പുള്ളി നമ്മുടെ വയനാട്ടിൽ നിന്നാണ് പോയത്. അപ്പോൾ ആ ചങ്ങായിയാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കണം? എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കണം. ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ. ഓക്കെ, അപ്പോൾ അവിടെ അദ്ദേഹം കിട്ടി. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ. പിന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. ഈ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ട്.
ഒരു ടങ് ട്വിസ്റ്റർ എന്ന രീതിയിൽ വരാൻ ചാൻസ് ഉള്ളത് ഞാൻ അടുത്ത് പറയാം. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജഗദീപ് ധൻഖർ, രാഷ്ട്രപതി ദ്രൗപദി മുർമു. അടുത്ത് നോക്കാം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ, അല്ലെങ്കിൽ അജിത് ഡോവൽ എന്ന ദേശീയ ഉപദേഷ്ടാവ്, അത് സുരക്ഷാ ഉപദേഷ്ടാവാണ് അദ്ദേഹം, അജിത് കുമാർ ഡോവൽ. അതും എല്ലാവർക്കും അറിയായിരിക്കും. അടുത്ത ആളെ എല്ലാവർക്കും അറിയാം, അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും മറ്റേ ഈ പേരും. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ഓക്കെ, വെങ്കിട്ടരമണിയെ പഠിച്ച നമ്മൾ തുഷാർ മേത്തയെ കൂടി പഠിക്കണം. ആരാണ് തുഷാർ മേത്ത? ഇന്ത്യയുടെ സോളിസിറ്ററി ജനറലാണ്. എന്ത് ജനറലാണ്? സോളിസിറ്ററി ജനറലാണ്. ഇന്ത്യയുടെ സോളിസിറ്ററി ജനറൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? തുഷാർ മേത്തയാണ്. തുഷാർ മേത്ത. ഓക്കെ, അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയ. വിവരാവകാശം എന്നൊക്കെ പറയും പോലെ ഹീരാലാൽ സമാരിയ. ഓക്കെ, ഹീരാലാൽ സമരിയ അദ്ദേഹമാണ് ആര്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിലോ രാജീവ് കുമാറാണ്. ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ ഹീരാലാൽ സമരിയ. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആണെങ്കിലോ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് പഠിക്കേണ്ട, കാരണം ഇവരെല്ലാവരും ജസ്റ്റിസുമാർ തന്നെയാണെന്ന് നമുക്കറിയാം. പിന്നെ ഇരിക്കട്ടെ, വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കറാണ്. ആരാണ്? വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ എന്നെങ്കിലും പഠിക്കുക. ഒന്നീ വിജയ പഠിക്കുക, കിഷോർ പഠിക്കുക, രഹത്കർ പഠിക്കുക, ഏതെങ്കിലും ഒന്ന് പഠിക്കുക. അപ്പം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കറാണ്. ഓഫ്, എന്തൊരു പേരല്ലേ. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാക്വാന. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിലോ അന്തർ സിംഗ് ആര്യ. ഈ പട്ടികവർഗ വിഭാഗത്തിലുള്ള ആളുകളെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മുഖ്യനിരയിലേക്ക് കൊണ്ടുവരാതെ അകത്ത് അന്തർഭാഗത്ത് പിടിച്ചിട്ടിരിക്കുകയാണെന്നൊക്കെയുള്ള ചിന്ത. കാരണം നമ്മൾ കണ്ടില്ലേ വയനാട് ഭാഗത്ത്, അപ്പം നമ്മുടെ കേരളം പോവാം, എന്തിനാ രാജ്യം പോവാം. നമ്മുടെ കേരളത്തിൽ വന്നാൽ ഇവിടെ വയനാട്ടിലൊക്കെ ആണെങ്കിലുള്ള മറ്റേ അംഗീയ ആദിവാസി ഈ സമൂഹങ്ങൾക്ക് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അന്തർമുഖനായ ഒരു വ്യക്തിയിൽ അന്തർമേ അകത്ത് കിടക്കുകയാണെന്ന് വിചാരിച്ച് അന്തർ സിംഗ് ആര്യ. ഇത്രയൊക്കെ ഓർത്തിരിക്കുന്ന പേര് പഠിച്ചാൽ മതിരുന്നല്ലേ. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരടാ? അന്തർ സിംഗ് ആര്യയാണ്. അന്തർ സിംഗ് ആര്യയാണ്. അവിടെ മുട്ട് ഒന്നുകൂടെ പട്ടേന്ന് പഠിക്കാം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അപ്പം നമുക്കങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും അറിയാം അജിത് ഡോവൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ അജിത് കുമാർ ഡോവൽ എന്നാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ആർ വെങ്കിട്ടരമണി ആരാണ്? അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ഇവർ എഞ്ചിലും പഠിക്കണം കേട്ടോ. ഇവന്മാർ PSC ആർ വെങ്കിട്ടരമണി, കെ വെങ്കിട്ടരമണി, ബി വെങ്കിട്ടരമണി എന്നൊക്കെ പറയും, നമ്മൾ തേയും. അപ്പോൾ ആർ വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ. ആരാണ്? ആർ വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. തുഷാർ മേത്തയാണ് എന്ത്? സോളിസിറ്റർ ജനറൽ ആണെങ്കിൽ തുഷാർ മേത്തയാണ്. അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശം ഹീരാലാൽ സമരിയ. അപ്പോൾ ആരാണ്? വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയാണ്. ഓക്കെ, അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലോ പാവം രാജീവ് കുമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലോ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അപ്പം മനുഷ്യാവകാശ കമ്മീഷനും രാമനും സുബ്രഹ്മണ്യനും എല്ലാം കൂടെ ചേർന്ന ഒരാളാണെന്ന് വിചാരിച്ചാൽ മതി. പല ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളൊക്കെ നോക്കേണ്ടത് ദൈവങ്ങളുടെ പരിപാടിയാണ് വിചാരിച്ചാൽ രാമനും സുബ്രഹ്മണ്യനും അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും വിചാരിച്ചിരിക്കണം. അപ്പോൾ വി രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. അങ്ങനെയെങ്കിൽ ദേശീയ വനിതാ കമ്മീഷണർ അധ്യക്ഷയോ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. ആരാണ്? വിജയ കിഷോർ രഹത്കർ. പട്ടികജാതി കമ്മീഷൻ ആണെങ്കിലോ മാക്വാന, കിഷോർ മാക്വാനയാണ്. കിഷോർ മാക്വാന പട്ടികജാതി കമ്മീഷണർ കിഷോർ മാക്വാനയാണ്. പട്ടികജാതി കമ്മീഷൻ കിഷോർ മാക്വാന. പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷനാണെങ്കിലോ ചെയർമാൻ ആണെങ്കിലോ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അന്തർമുഖമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അന്തർ സിംഗ് ആര്യ. ഓക്കെ, അടുത്ത CAG
കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് സി എ ജി ആരാണ്? സഞ്ജയ് മൂർത്തിയാണ്. അത് സി എ ജി സഞ്ജയ് മൂർത്തി. എടാ ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ ഈ പറഞ്ഞ ടങ് ട്വിസ്റ്റർ എന്നൊരു സാധനം ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ട. അതായത് നമ്മുടെ സി എ ജി എന്ന് പറയുന്നത് സഞ്ജയ് മൂർത്തിയാണ്. അടുത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മൾ പഠിച്ചു ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. റിസർവ് ബാങ്കിൻ്റെ ഗവർണർ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്രയാണ്. ഇന്ത്യയുടെ ഹൈ കമ്മീഷണർ ടു കാനഡ, അതായത് ഇന്ത്യൻ ഹൈ കമ്മീഷണർ, കാനഡയുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണറാണ് സഞ്ജയ് വർമ്മയാണ്. ഈ ചങ്ങാതിയെ പഠിച്ചില്ലെങ്കിലും ഈ ചങ്ങാതി ഞാൻ ഉൾപ്പെടുത്തിയത് ഇത്രയും സഞ്ജയ്മാർ വന്നതുകൊണ്ട് അയാളെ കൂടെ പിടിച്ചാൽ കയറ്റിയതാണ്. ഇന്ത്യയുടെ ഹൈ കമ്മീഷണർ ടു കാനഡ സഞ്ജയ് വർമ്മ, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഓർമ്മ വെച്ചാൽ മതി. RBI ഗവർണർ മസ്റ്റാ പഠിക്കണം, സഞ്ജയ് മൽഹോത്രയാണ്. മൽഹോത്ര ഗവർണറാണ്, റിസർവ് ബാങ്കിൻ്റെ ഗവർണർ. ചില്ലറ കളിയല്ല. സഞ്ജയ് പഠിച്ചില്ലെങ്കിലും മൽഹോത്ര പഠിക്കണം, കാരണം അറ്റത്ത് സഞ്ജയാണ് നമുക്ക് അറിയാം. അപ്പോൾ RBI ഗവർണർ ആരടാ? മൽഹോത്ര സഞ്ജയ് മൽഹോത്ര. ഇവിടെ CAG ആണെങ്കിലോ സഞ്ജയ് മൂർത്തി. CAG ഒരു മൂർത്തിയാണെന്നും RBI ഗവർണർ മൽഹോത്രയാണെന്നും ഇന്ത്യയുടെ ഹൈ കമ്മീഷണർ ടു കാനഡ ഒരു വർമ്മയാണെന്നും പഠിച്ച സഞ്ജയ് കിട്ടണം, ഇല്ലേ പണിപാളി. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ആ കൂടത്തി അങ്ങ് പഠിച്ചേക്കുക സഞ്ജീവ് ഖന്ന. അപ്പോൾ 4 കാര്യങ്ങൾ ഒന്നുകൂടെ. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, CAG ആണെങ്കിൽ സഞ്ജയ് മൂർത്തി. ബാക്കി കൂടെ നോക്കാം. പട്ടികവർഗ കമ്മീഷൻ, പട്ടികവർഗം അന്തർധാരയാണ് നമ്മൾ പറഞ്ഞു, അന്തർമുഖമാണെന്ന് പറഞ്ഞു. അന്തർ സിംഗ് ആര്യ, അന്തർമുഖമൊന്നും അല്ലല്ലോ, വേറെന്തോ പേരാണ്. പട്ടികജാതി കമ്മീഷനാണെങ്കിലോ, കമ്മീഷൻ ചെയർമാനാണെങ്കിലോ കിഷോർ മാക്വാന. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണെങ്കിലോ വിജയ കിഷോർ രഹത്കറാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷൻ വിജയ കിഷോർ രഹത്കർ. അധ്യക്ഷ വിജയ കിഷോർ രഹത്കറാണ്. വിജയ കിഷോർ രഹത്കർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലോ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. ആരാണ്? ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശം ഹീരാലാൽ സമരി. ആരാണ്? ഹീരാലാൽ സമരിയ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അറ്റോർണി ജനറൽ R വെങ്കട്ടരമണി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണെങ്കിലോ അജിത് കുമാർ ഡോവൽ. അവിടെ നിങ്ങൾക്ക് ഇത്ര നേരം പഠിച്ചതെന്ന് വല്ല ഓർമ്മയുണ്ടോ നോക്കട്ടെ. പട്ടായെന്ന് വെറുതെ 1-2 കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണെന്ന് ഞാൻ പറഞ്ഞത് നോക്കല്ല്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, ഞാൻ ഒരു കോഡ് പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി അക്രമമൊക്കെ ഉള്ള ആളായിരിക്കണം. ആരാണ് ആൾ? വിക്രം മിശ്രി. ഓക്കെ. അതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ പഞ്ചാബിലൊരു സിംഗ് ആയിരിക്കണം. അയാളുടെ പേരൊരു മലയാളിവൽക്കരിക്കുന്ന പേരാണ്. ഏതാണ്? രാജേഷ് കുമാർ സിംഗും കൂടെ ചേർത്ത് രാജേഷ് കുമാർ സിംഗ്. ഇവിടെ രാജ്യസഭയുടെ അധ്യക്ഷൻ കിട്ടിയോ? യെസ്, ജഗദീപ് ധൻഖർ. ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ കിട്ടിയോ? തുഷാർ മേത്ത. ഓക്കെ. അതേപോലെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷണർ കിട്ടിയോ? മനുഷ്യൻ്റെ അവകാശങ്ങളൊക്കെ ആർക്കേ പറ്റത്തുള്ളൂ, അത് തന്നെ രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. അങ്ങനെയെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ആരാണ്? വിജയ കിഷോർ രഹത്കർ. പട്ടികവർഗ കമ്മീഷൻ, പട്ടികവർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു? അന്തർ സിംഗ് ആര്യ. RBI ഗവർണർ ആണെങ്കിലോ സഞ്ജയ് മൽഹോത്ര. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ ഇത്രയും എണ്ണത്തിൽ 5-6 എണ്ണമെങ്കിലും, അതായത് നമ്മുടെ ഈ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒന്നും അല്ലാതെ ഒരു 5-6 എണ്ണമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയമാണ്. അതിൽ കൂടുതൽ കിട്ടിയാൽ അതും നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ക്ലാസ് മിസ് ചെയ്യേണ്ട. ഇനി വരുന്ന എക്സാമുകളിലെല്ലാം തന്നെ ഓരോ മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് വെച്ച് നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.